Hi all, welcome back to my YouTube channel. This is Sujini Vipin. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് വിവേറ്റ്സിന് വേണ്ടിയിട്ടാണ്, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് വിവേറ്റ്സ് ഉണ്ട്, ജസ്റ്റ് ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്തു, ഇനി എന്ത് ചെയ്യണം, വാട്ട് വി ഡു ഇൻ നെക്സ്റ്റ് എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടോ, ചില ആളുകൾക്ക് എന്താണെന്നും സക്സസ് ആവുന്നില്ല, സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഒരു വൈബ്രൻറ്റ് വിവ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരേ സിസ്റ്റമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സിസ്റ്റം അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ക്രമത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കും ഒരു വൈബ്രൻറ്റ് വിവ എന്നൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇതിന് ഓരോ സമയത്തും ഓരോരുത്തർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കമ്പനി തന്നെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വിവേറ്റ്സ് ആയിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് VOP കേട്ടു, നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ബിഗിനേഴ്സ് എന്താണ് വളരെ വ്യക്തതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യാം. അപ്പം ഈ ആദ്യം നമ്മളൊരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആകെപ്പാടൊരു സംശയമായിരിക്കും, ഇനി ഞാൻ എന്ത് ചെയ്യണം, വാട്ട് വി ഡു ഇൻ വിവ. ആകെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ചെയ്യാനുള്ളൂ: റീറ്റെയിലിംഗ് ആൻഡ് റിക്രൂട്ടിംഗ്. ഒന്ന് റീറ്റെയിൽ ചെയ്യാം, മറ്റൊന്ന് റിക്രൂട്ട് ചെയ്യാം. അപ്പോൾ റീറ്റെയിൽ ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടേസ്റ്റിംഗ് പാർട്ടി. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ടേസ്റ്റിംഗ് പാർട്ടി കണ്ടക്ട് ചെയ്യണം. ടേസ്റ്റിംഗ് പാർട്ടി എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്, 5 പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് എന്താണെന്ന് നമ്മളും അതേപോലെ നമ്മളെ ഫാമിലിയിലുള്ളവരും എന്താണ് അത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ സ്പോൺസറുടെ അല്ലെങ്കിൽ ലീഡറുടെ സഹായത്തോട് കൂടിയിട്ട് വീട്ടുകാർക്ക് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്താണ് എന്ന് വിശദമാക്കി കൊടുക്കണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ലീഡറുടെ സഹായത്തോടു കൂടി വേണം ചെയ്യാൻ. അപ്പോൾ വീട്ടുകാർക്ക് കാര്യം മനസ്സിലാവും, നമുക്കും കുറേ കൂടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ വീടിനടുത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സിനും കൂടെ ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ VRO, വിവ റീറ്റെയിലർ ഓറിയൻറ്റേഷൻ. അതായത് 2 ദിവസം മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ എങ്ങനെ നമുക്ക് 12 പ്രോഡക്റ്റ് സെയിൽ ചെയ്യാമെന്നാണ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് VRO ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. മൂന്നാമത്തതായിട്ട് KYP, നോ യുവർ പ്രോഡക്റ്റ്. നമുക്കറിയാം, നമ്മുടെ 5 പ്രോഡക്റ്റ് ഉണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് നോളജ് എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, നേടിയെടുക്കണം. കാരണം ഒരു കസ്റ്റമറിന് മുന്നിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് എന്താണ്, അതിലുള്ള കണ്ടൻറ്റ് എന്താണ്, ഇത് കഴിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും എങ്ങനെയൊക്കെ ഇത് സജസ്റ്റ് ചെയ്യണം, ഏതൊക്കെ പ്രോഡക്റ്റാണ് ഓരോ കസ്റ്റമേഴ്സിനും സജസ്റ്റ് ചെയ്തേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു KYP, നോ യുവർ പ്രോഡക്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് ആ ഒരു ട്രെയിനിങ്ങും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒരുപാട് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകളുണ്ട്, HLS പോലെയുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും ഇപ്പോൾ രാത്രി 8 മണിക്ക് നടക്കുന്ന ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്. അതേപോലെ കമ്പനി ട്രെയിനിങ്ങുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജുകൾ നമ്മൾ മാക്സിമം ഈ ഓരോ ട്രെയിനിങ്ങിലൂടെ നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു കസ്റ്റമറിന് കറക്റ്റ് രീതിയിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്രോഡക്റ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് സെയിലാക്കുക എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് സെയിൽ ചെയ്യാൻ പാടില്ല. ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, നോളജ് ഉണ്ടാക്കിയെടുക്കണം. ഇല്ല എങ്കിൽ ആ കസ്റ്റമറിൽ നിന്നും നല്ലൊരു റെസ്പോൺസ് കിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് വെക്കുക, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയാസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം എന്താ ചെയ്യുക, അതിലൂടെയൊക്കെ സ്റ്റാറ്റസ് ഇട്ടും എങ്ങനെയെല്ലാം മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരം എത്തിക്കാൻ പറ്റുമോ എന്ന് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത് നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, സ്റ്റാറ്റസ് വെക്കാം. അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഡക്റ്റ് സെയിൽസ് അത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റോർ ലിങ്ക് ഉണ്ട്. കമ്പനി ഏതൊരു വിവേറ്റ്സിനും ഒരു സ്റ്റോർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരിക്കലും പ്രോഡക്റ്റ് ഡോർ ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കൊണ്ടുപോയി വിൽക്കേണ്ട ആവശ്യമില്ല. കമ്പനി തന്നെ നമുക്കൊക്കെ ഒരു സ്റ്റോർ ലിങ്ക് ഉണ്ട്. ആ സ്റ്റോർ ലിങ്കിലൂടെ എവിടെയാണോ എത്തിക്കേണ്ടത് കമ്പനി അവിടേക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ആ ലിങ്ക് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ടും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്വർടൈസ്മെൻറ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു സ്റ്റോർ ലിങ്ക് വെച്ചിട്ട് നമ്മളൊരു ആ പരസ്യം ഇട്ട് കഴിഞ്ഞാൽ ആവശ്യക്കാരനാണെങ്കിൽ ആ സ്റ്റോർ ലിങ്കിലൂടെ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമർ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം.
ഏകദേശം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 6 കസ്റ്റമറുടെ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. ആ കസ്റ്റമർ നമ്മൾ ഏറ്റവും അറിയുന്ന നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞാൽ നോ പറയാത്ത 6 കസ്റ്റമറുടെ അല്ലെങ്കിൽ 6 ആളുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്തെല്ലാം എഴുതി വെക്കുക. അവരുടെ പേര് എഴുതുക, മൊബൈൽ നമ്പർ എഴുതുക, അവർക്ക് എന്താണ് മൊബൈൽ നമ്പർ എഴുതുക, അവർക്ക് എന്താണ് അസുഖമെന്ന് എഴുതുക, അവർക്ക് ഏത് പ്രോഡക്റ്റാണ് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത് എന്നീ വിവരങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് അവർക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഈ ഒരു വിവയിൽ ജോയിൻ ചെയ്തത് ഫസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കസ്റ്റമർ ലിസ്റ്റ് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു മാസത്തിൽ 12 പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ, അതായത് ഡിജി റോക്ക് സ്റ്റാർ എന്ന് പറയും, നമ്മളൊരു മാസം 12 പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന വ്യക്തിക്ക് TRB ടോപ്പ് റീറ്റെയിലർ ബോണസും കമ്പനി നമുക്ക് നൽകുന്നുണ്ടായിരിക്കും. ഒരു മാസം ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് കമ്പനി 50,000 രൂപയും, സെക്കൻഡ് പ്രൈസ് അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക്, അതായത് 2ാം സ്ഥാനം നേടിയിട്ടുള്ള വ്യക്തിക്ക് 25,000 രൂപയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രോഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് മാത്രവും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ്സിലൂടെ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ മിനിമം നമുക്ക് വീക്കിലിയാണ് നമ്മുടെ ഇൻകം ക്രെഡിറ്റ് ആവുന്നത്. അപ്പം ഒരാഴ്ചയിൽ 3 പ്രോഡക്റ്റ് ഒരാഴ്ചയിൽ എന്ത് ചെയ്യണം, നമ്മൾ 3 പ്രോഡക്റ്റ് മിനിമം സെയിൽ ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയിൽ 3 പ്രോഡക്റ്റ് വീതം സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു VBO ആണ് നിങ്ങൾക്കെങ്കിൽ, ഒരു മാസം ഏകദേശം 10,175 രൂപ വരെ ഫ്രീ പ്രൊഡക്റ്റ് അടക്കം 10,175 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അമേസിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ റീറ്റെയിൽ, അത് എങ്ങനെ പ്രോഡക്റ്റ്സ് റീറ്റെയിൽ ചെയ്യണം, റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇനി 2ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈ ഒരു ബിസിനസ്സിൽ 2 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ, റീറ്റെയിലിംഗ് ആൻഡ് റിക്രൂട്ടിംഗ്. 2ാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുക. ഈ ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യണം, റിക്രൂട്ട്മെൻറ്റ് എന്ന പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ VOP വിവ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന ട്രെയിനിങ് നമ്മൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. ആ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മുടെ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ നമ്മുടെ ഫ്രാഞ്ചൈസിലൂടെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു VOPയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ VOP കേട്ടതിന് ശേഷം, VOP എന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം, അത് കറക്റ്റായിട്ട് നമുക്ക് ബോധ്യമായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ് മേക്കിംഗ്. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി കസ്റ്റമർ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അതെങ്ങനെയുള്ള ലിസ്റ്റ് ആയിരിക്കണം, 150 ആളുകൾ അടങ്ങിയിട്ടുള്ള ആളുകളുടെ പേരുകളായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് മോർ നീഡ് മോർ റിലേഷൻ, നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് അത്യാവശ്യക്കാരുള്ള ആളുകളിലേക്ക് വേണം നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് എത്തിച്ചു കൊടുക്കാനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ ബെസ്റ്റായിട്ടുള്ള മോർ നീഡ് മോർ റിലേഷൻ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് തയ്യാറാക്കണം. ഈ ഒരു 150 ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അവരോട് ബിസിനസ് പ്ലാൻ പറയാൻ പാടുള്ളൂ. ഇത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം BOM ബിസിനസ് ഓണേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ട്. ആ ഒരു ട്രെയിനിങ്ങിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. ഈ ഒരു ബിസിനസ്സിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഒരു ബിസിനസ് എന്ത് ചെയ്യണം, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഈ ഒരു BOMയിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 28 ദിവസത്തേക്കാണ് നമ്മളുടെ ID ആക്റ്റീവായിട്ട് നിൽക്കുക. അപ്പോൾ അത് ഓർമ്മിക്കുക. അതായത് 4 ആഴ്ചയാണ് നമ്മളുടെ ID ആക്ടിവേഷൻ ഉണ്ടാവുക. അപ്പം മിനിമം മാസത്തിൽ ഒരു വ്യക്തിയെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ID എന്ത് ചെയ്യും, ആക്ടിവേഷൻ ആവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്താൽ നമുക്ക് ID ആക്ടിവേഷൻ ആവും. കാരണം ഈ ഒരു ID ആക്ടിവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ID ആക്റ്റീവായിട്ട് നിന്നാൽ മാത്രമേ ഏകദേശം 14 തരത്തിലുള്ള വരുമാനങ്ങൾ കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ID ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ ആ വരുമാനങ്ങൾ അല്ലെങ്കിൽ ആ ഇൻകത്തിനുള്ള എലിജിബിലിറ്റി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ID ആക്ടിവേഷൻ ആക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്, എന്നും മീറ്റിങ്ങുകളുണ്ടാവും. ഇന്ന് രാവിലെ ഒരു ഏകദേശം, അത് ഓരോരോ ടൈമിന് ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടായെങ്കിലും മിനിമം 8 to 9 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, ശനി ഒഴികെയുള്ള ദിവസങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. അത് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. 1, 2, 3 തവണ അറ്റൻഡ് ചെയ്തുകൊണ്ടായില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. പിന്നെ ഇതിനൊരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്കൊരു ഡയറി ഉണ്ടായിരിക്കും, പ്ലാനർ ഉണ്ട്, ബ്രോഷർ ഉണ്ട്, വിവാ ചാർട്ട് ഉണ്ട്,
അപ്പോൾ അതേപോലെ തന്നെ ടാഗുകൾ, ID കാർഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അനുബന്ധിച്ചിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ കൈവശം വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കസ്റ്റമേഴ്സ് ആയാലും അതേപോലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരുപാട് ട്രെയിനിങ്ങുകൾ ഈ ഒരു വിവാ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് പോകുക. ഏകദേശം 14 റാങ്കുകളാണ് നമുക്കിതിലുള്ളത്. അപ്പോൾ ഓരോ റാങ്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ള സക്സസ് ഉണ്ടാക്കാൻ പറ്റും. സോ കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് ആരും നിരാശപ്പെടാതെ എല്ലാവർക്കും ഈ ഒരു വിവയിലൂടെ സക്സസ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വിവയിലൂടെ നല്ല രീതിയിലുള്ള സക്സസ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വാ. താങ്ക് യു ഓൾ.